നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ വേഴ്സസ് അമേരിക്ക, ഇതാണിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ. ഇറാനിൽ ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിക്ക് തയ്യാറാകുകയാണ് അമേരിക്ക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. സൈന്യം സജ്ജമാകുന്നുവെന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ലോകം അക്ഷരാർത്ഥത്തിൽ ഉറ്റുനോക്കുകയാണ് ഇറാനിലേക്കും അമേരിക്കയിലേക്കും. ഇറാനും US തമ്മിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇനി നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നിഗമനത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. US ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു വിവരവും കൂടി പുറത്തു വരുന്നത്. അതായത് ഒരു വലിയൊരു രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് ഇരുവരും പോകുന്നു എന്ന ഒരു സൂചന കിട്ടുന്നത്. US എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനടുത്ത് വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡും അവിടേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നു. ഇതെല്ലാം എന്തിനുള്ള പുറപ്പാടാണ് എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാവുന്നത്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞതാണ്. അതാണ് ഇനി സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നു എന്ന ട്രംപിന്റെ വാക്കുകൾ അത് ലോകം വളരെ ഭീതിയോടെയാണ് കേട്ടത്. നോർത്ത് കരോലൈനയിലെ ഫോർട്ട് ബ്രാഗിൽ സേനാ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ട്രംപ് ഇപ്രകാരം പറഞ്ഞത്. അതായത് ഈ ഒരു ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം അതാണ് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊരു അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? പടക്കോപ്പുകളൊക്കെ സജ്ജമാക്കുകയാണ് അമേരിക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തിൽ അട്ടിമറി വന്നാൽ അതിൻ്റെ ഭരണം ഏറ്റെടുക്കൽ ഉണ്ടാകുമല്ലോ. അത് ആരായിരിക്കണം, അത് ആരേറ്റെടുക്കണം എന്ന ചോദ്യത്തിന് ട്രംപിന് വ്യക്തമായ ഉത്തരമില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പെൻറ്റഗൺ പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും ആകെ മൊത്തം ആശങ്കയാണ്. പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ വെറുതെ വിടില്ല, ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ, അട്ടിമറി ഉണ്ടായാൽ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പ്, മരണ മുന്നറിയിപ്പ് ഇറാൻ ഭീഷണി അമേരിക്കയ്ക്ക് നൽകിയിരിക്കുകയാണ്. ജോർദാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, UAE, തുർക്കി എന്നിവിടങ്ങളിൽ US സേനാ താവളങ്ങളുണ്ട്. എന്തായാലും ഇറാനിൽ US സൈനികമായി ഇടപെടുന്നതാണ് നല്ലത്. ആണവ കരാറിൻ്റെ കാര്യത്തിൽ ഈ വലിയ രീതിയിലുള്ള ചർച്ച നടത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായമൊക്കെ നിലനിൽക്കുകയാണ്. ഇസ്ലാമിക ഭരണകൂടം അട്ടിമറിക്കും വരെ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റേസ പഹ്ലവിയുടെ മകനാണ് US കഴിയുന്ന റേസ. ഇറാൻ്റെ ഭരണാധികാരിയാകാൻ തയ്യാറാണെന്ന് റേസ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പല സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി US ഇറാൻ യുദ്ധം ഉണ്ടാകുമോ? നമുക്കറിയാം, നമ്മളിപ്പോൾ സമീപകാലത്ത് കണ്ടത് യുക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ യുദ്ധം, അതിനുശേഷം ഇറാനും പങ്കുചേരുന്നത്, ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് ഡയറക്റ്റ് ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ളൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയൊരു യുദ്ധക്കളം അല്ലെങ്കിൽ ഇനിയൊരു യുദ്ധ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വീണ്ടും ഒരു യുദ്ധത്തിന് ലോകം സാക്ഷിയാകാൻ പോവുകയാണോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പ്രത്യേകിച്ച് ആശങ്കയിലാണ് രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികൾ. കഴിഞ്ഞ വർഷത്തെ മിഡ് നൈറ്റ് ഹാമർ ഓപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിലുള്ള സൈനിക നടപടിക്കാണ് ഇപ്രാവശ്യം അമേരിക്ക തയ്യാറെടുക്കുന്നത്. അപ്പോൾ അത് അന്താരാഷ്ട്ര ഓഹരി വിപണികളെ ഏത് രീതിയിൽ ബാധിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോൾ യുദ്ധം നടക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിലല്ലേ, നമ്മളെ ബാധിക്കില്ലല്ലോ എന്ന് ഒരു കാതാന്തരം അകലെ നിൽക്കുന്ന രാജ്യം വിചാരിച്ചാൽ അത് അവിടെ രക്ഷയില്ല. കാരണം ഓഹരി വിപണികളിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയൊരു ആശങ്കയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നു. വിമാനവാഹിനി കപ്പലുകൾ അടങ്ങുന്ന സൈനിക വ്യൂഹത്തെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. മേഖലയിലെ US ക്യാമ്പുകളിലും ഒരുക്കങ്ങൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു സൈനിക നടപടിക്കാണ് അമേരിക്ക തയ്യാറാകുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ, ഈ തയ്യാറെടുപ്പുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി മാത്രം, ട്രംപിന്റെ ഒരു ഒറ്റ വാക്ക് കേട്ടാൽ കയറി അടിക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പോരാട്ടത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. ഇറാനും US തമ്മിലുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ ജനീവയിലായിരിക്കും നടക്കുക. ഒമാന്റെ മധ്യസ്ഥതയിൽ 17-ന് ചർച്ച നടക്കും. ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ആണവ മിസൈൽ പദ്ധതികൾ പണയം വെച്ച് സമാധാനത്തിനില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ആ
ആക്രമണമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ US കേന്ദ്രങ്ങളിൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മേഖല മുഴുവനും യുദ്ധം വ്യാപിക്കും. ക്രൂഡ് ഓയിൽ, സ്വർണം, ഓഹരി വിപണികൾ തുടങ്ങിയവയെ ഇത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. അതേസമയം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുക എന്ന നീക്കത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും നയിക്കപ്പെടുകയാണ്. ഇറാൻ ചൈന എണ്ണ വിൽപ്പനയിലാണ് US നോട്ടമിട്ടിരിക്കുന്നത്. നിലവിൽ ഇറാന്റെ 80% എണ്ണ വിൽപ്പനയും ചൈനയിലേക്കാണ്. ഇത് ഒഴിവാക്കാനായാൽ ഇറാനെ സാമ്പത്തികമായി കൂടുതൽ തകർക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് ഇരു രാജ്യങ്ങളും. ചൈനയ്ക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്താനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടായാൽ അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതിയിൽ ചൈന വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തും. ഇത് US ചൈന ബന്ധം കൂടുതൽ മോശമാക്കും. പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമായ ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരവ് നിലച്ചാൽ വിപണിയിൽ എണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടികൾ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ സായുധ സേനയുടെ മേധാവിയായ അബ്ദുൾ റഹീം മൗസവി. സൂപ്പർ പവർ നേതാവായി അവകാശപ്പെടുന്ന ഒരാളിൽ നിന്നുണ്ടാകാത്ത തരത്തിലുള്ള പ്രസ്താവനയാണ് ട്രംപ് നടത്തുന്നതെന്നും ഇത്തരത്തിൽ യുദ്ധഭീഷണിയൊക്കെ മുഴങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്നത്. യുദ്ധമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ചകളുടെ പ്രസക്തി എന്ന് അബ്ദുൾ റഹ്മാന്റെ ചോദ്യം. മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ കുതിര കയറാൻ തോന്നാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ട്രംപിനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഹരിയെ AI പേടി ബാധിച്ചിരുന്നു. അത് വരും കാലത്തിലും AI പേടി ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി ഏറെ നിർണായകമാണ്. ലോകത്തിലെ പ്രമുഖ AI കമ്പനികളുടെ മേധാവികളും ലോക നേതാക്കളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, ഓപ്പൺ AIയുടെ സാം ആൾട്ട്മാൻ തുടങ്ങിയ പ്രമുഖരും ഇവിടേക്ക് എത്തും. $100 ബില്യൺ നിക്ഷേപവും കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ നടക്കുന്ന ചർച്ചകളും പ്രഖ്യാപനങ്ങളും AI ഓഹരികളെ സ്വാധീനിക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, ഈ 3 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി നൽകിയതോടെ അടുത്ത ദിവസങ്ങളിൽ പ്രതിരോധ ഓഹരികൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കും. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ, 6 P-81 വിമാനങ്ങൾ, S-400 വ്യോമ പ്രതിരോധ സംവിധാനം, ടാങ്ക് വേദ മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യ വാങ്ങുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രതിരോധ മേഖലയിലെ ഓഹരികൾ മികച്ച നേട്ടമുണ്ടാക്കിയിരുന്നു. ഭാരത് ഫോർജ്, BEML, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഓഹരികൾ എന്നിവ 3 മുതൽ 11% വരെയാണ് ഉയർന്നത്. ഈ ഇറാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആണവ പരീക്ഷണങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി മാജിദ് റവാഞ്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാനുമേൽ US ചുമത്തിരിക്കുന്ന സാമ്പത്തിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകളിൽ തടസ്സം നിൽക്കുന്നത് ഇറാനാണെന്ന് US ആരോപിച്ചതിന് പിന്നാലെയാണ് ഇറാൻ മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇറാനുമായി ധാരണയിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പന്ത് US-ന്റെ കോർട്ടിലാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ലോകം ഉറ്റുനോക്കുന്നത് ഇനി ഇറാൻ അമേരിക്ക പോരാട്ടം ഉണ്ടാകുമോ? അത്തരത്തിൽ പോരാട്ടം ഉണ്ടായാൽ അത് ഏത് രീതിയിലായിരിക്കും മറ്റു രാജ്യങ്ങളെ ബാധിക്കുക എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.